ശരി, ശ്രീ വി പി ശ്രീപത്മനാഭൻ, അങ്ങനെയാണോ? അതായത് ഇത് തള്ളി പറയാൻ പാടില്ല എന്നുള്ളതാണോ? തനിക്കിത് ബാധകമല്ല എന്ന് പറയുന്നത് എന്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമാണ്. അല്ല, ഇവിടെ ശബരിമല വിധി കോട്ട് ചെയ്തത് നന്നായി. ഈ ശബരിമല വിധിക്ക് പറ്റിയ തെറ്റെന്താണ്? ശബരിമല വിധി പറഞ്ഞത് ഭരണഘടനാ ബെഞ്ച് അല്ല. ഭരണഘടനാ ബെഞ്ച് പറയേണ്ടിയിരുന്നു. അതല്ല ഇപ്പൊ അങ്ങോട്ട് പോയത്. ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ഭരണഘടനാ ബെഞ്ച്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ യൗവന യുക്തികളായ സ്ത്രീകളുടെ പ്രവേശനം ഉൾപ്പെടെ വിഭാഗവുമായി ബന്ധപ്പെട്ട കുറെ തർക്കങ്ങൾ ഭരണഘടനാ ബെഞ്ചിൽ പോയി. എന്തുകൊണ്ടാണ് അത് പോകാൻ കാരണം? അതായത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കെ ഒരാചാരം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ അത് വേറൊരു ഭരണഘടനാ വകുപ്പ് നൽകുന്ന സംരക്ഷണത്തെ മറ്റൊരു ഭരണഘടനാ വകുപ്പ് ഉപയോഗിച്ച് തട്ടിക്കളയാൻ നടത്തിയ ശ്രമമാണ് ശബരിമല വിധിയുടെ പരാജയം. ശബരിമല വിധി പരാജയപ്പെടാനുള്ള കാരണം ഇപ്പൊ സ്റ്റേ ഇല്ല. പക്ഷെ കേരളത്തിലെ സർക്കാർ അതിൽ നിന്ന് പിന്മാറിയില്ലേ? എന്തുകൊണ്ട് പിന്മാറി? റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. അപ്പോൾ അവിടെ എന്താ പ്രശ്നം? ആർട്ടിക്കിൾ 26 നൽകുന്ന അവകാശം ഒരു ഭാഗത്ത് നിൽക്കുന്നു, സമത്വത്തിന്റെ അവകാശം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഒന്ന് ആചാരങ്ങളായി ബന്ധപ്പെട്ട് ആചാരങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാ സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേ ആചാരമല്ലല്ലോ. മതസമ്പ്രദായങ്ങളിൽ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സ്ത്രീകൾ ചെയ്യുന്നത് പുരുഷന്മാർ ചെയ്യുന്നതും പുരുഷന്മാർ ചെയ്യുന്നത് സ്ത്രീകൾ ചെയ്യുന്നുവെന്നും ഭരണഘടനയുടെ സമത്വം ഉറപ്പാക്കുന്ന വകുപ്പ് വെച്ചിട്ട് വ്യാഖ്യാനിച്ച് അവിടെ പോയിട്ട് കുഴപ്പമാക്കിയാൽ അത് കുഴപ്പമാവും. അത് മനസ്സിലാക്കിയതിനെ കൊണ്ടാണ് ഈ അവകാശങ്ങൾ ഏതൊക്കെ, സമത്വം നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെ, ഇവ രണ്ടും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളത് പഠിക്കാനാണ് ഇപ്പം ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. ഇവിടെ അതാണ് പ്രശ്നം. പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഒരു ഭരണഘടനയുടെ അനുസൃതമായ അല്ലാത്ത രീതിയിൽ ഇപ്പൊ രണ്ടാമത് അയച്ചു പ്രസിഡന്റ് ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ഭരണഘടന പറഞ്ഞ രീതിയിലല്ലാതെ രാഷ്ട്രപതിയുടെ അടുത്ത് രാഷ്ട്രപതി പോയി ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം എന്ന് അവിടെ ഒരു ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, കൃത്യമായി പറഞ്ഞിട്ടില്ല. അപ്പൊ അത് എന്ത് ചെയ്യണം? അത് ഭരണഘടനാ ബെഞ്ച് പറയണം. അല്ലാണ്ട് അങ്ങോട്ട് പോയതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് അവിടെ അങ്ങനെ ഇഗ്നോർ ചെയ്യാം. ഒരു നടന്നുപോയ സംഭവത്തെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊന്ന്, ഗവർണർക്ക് എന്തുകൊണ്ട് പറയാം? ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, കോടതിയെ പോലെ തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പൊ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അടുത്ത് പറ്റിയൊരു തെറ്റ് വേറൊരു ഭരണഘടനാ സ്ഥാപനത്തിന് തെറ്റാണ്, എനിക്ക് ബാധകമല്ല എന്ന് പറയാം. ഇവിടെ വക്കം പുരുഷോത്തമൻ സ്പീക്കർ ആയിരുന്നപ്പോൾ വക്കം പുരുഷോത്തമന് ഒരു മജിസ്ട്രേറ്റ് സമൻസ് അയച്ചു സ്പീക്കർ ഓഫീസിലേക്ക്. വക്കം പുരുഷോത്തമൻ പറഞ്ഞു അങ്ങനത്തെ ഒരു സമൻസ് ഇവിടെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ സ്പീക്കറാണ്, ഞാൻ ലെജിസ്ലേറ്റീവിന്റെ അധിപനാണ്, ഇവിടുത്തെ കടലാസ് കോടതി ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് സമൻസ് അയച്ചാൽ ആ സമൻസ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞല്ലോ. മാത്രവുമല്ല, ജാർഖണ്ഡ് മുക്തി മോർച്ച പാർലമെന്റിനകത്ത് പൈസ വാങ്ങി വോട്ട് ചെയ്യിപ്പിച്ചല്ലോ. ഈ കോൺഗ്രസ്സുകാര് കാശ് കൊടുത്തിട്ട് വോട്ട് മറിച്ചല്ലോ. അത് പിടിക്കപ്പെട്ട ആ കേസിൽ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? പാർലമെന്റിനുള്ളിൽ നടന്ന സംഭവമാണ്, ഞങ്ങൾക്ക് അധികാരമില്ല. അവർ പൈസ വാങ്ങിയിട്ടോ പൈസ വാങ്ങാതെയോ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. സ്പീക്കർക്കാണ് അധികാരം, സഭയ്ക്കാണ് അധികാരം എന്ന് പറഞ്ഞില്ലേ? അതിൽ കൈകടത്താൻ പോയില്ലല്ലോ. അപ്പൊ ഇവിടെ അങ്ങനെ കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനം ഞങ്ങൾ സോമോട്ടോ റദ്ദാക്കാം എന്ന് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ റദ്ദാക്കാം. ആഫ്റ്റർ ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പിന്നെ സിംഗിൾ ബെഞ്ചിന് വരെ പറയാം. അങ്ങനെ പറയാത്തിടത്തോളം കാലം ഇത് പ്രശ്നമാണ്, ഇത് നടക്കാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതായത് ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഇവിടെ ഈ ഡിവിഷൻ ബെഞ്ച് പറയുന്നുണ്ടല്ലോ രാഷ്ട്രപതിയുടെ അധികാരം ഗവർണർക്കില്ല എന്നുള്ളതാണ് അവർ അടിവരയിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരവും ഗവർണർക്കില്ല. എന്താണോ നിയമസഭ പാസ്സാക്കുന്നത് അത് അംഗീകരിക്കുക മാത്രമേ ഗവർണർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നവർ പറയുന്നുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ളൊരു തീരുമാനം സുപ്രീം കോടതി എത്തിയത്? അല്ല, അത് നിലവിലുള്ള ഭരണഘടന പ്രകാരം രണ്ടാം പ്രാവശ്യം അയച്ചാൽ
അത് പിന്നെ ഒപ്പിടേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തങ്ങളുടെ കൈവശം കിട്ടുമ്പോൾ, ബില്ല് സമക്ഷത്തിൽ എത്തുമ്പോൾ ഒപ്പിടാം, തിരിച്ചയക്കാം, പ്രസിഡന്റിന് അയക്കാം, അത് അപ്പോൾ ചെയ്യണം. രണ്ടാമതും അയച്ചാൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു ഘട്ടത്തിലാണ് വീറ്റോ വരുന്നത്. ആദ്യത്തെ ഘട്ടത്തിലില്ല. ആദ്യത്തെ ഘട്ടത്തിൽ വേണമെങ്കിൽ തിരിച്ചയക്കാം, അല്ലെ പ്രസിഡന്റിന് അയക്കാം. അപ്പോ അത് ക്ലിയർ ആണ്, അത് ക്ലിയർ. രണ്ടാമത് അയച്ചു, ശരി തെറ്റ് ആണെങ്കിൽ തന്നെ പ്രസിഡന്റ് ഒപ്പിട്ട് പോയില്ലേ, ഇനി അത് അയച്ചതായി കണക്കാക്കണ്ട, ഒപ്പിട്ടതായി കണക്കാക്കണ്ട എന്നെങ്ങനെ പറയും? പിന്നെ വേറൊരു വിഷയം, പിന്നെ ഇവിടെ ഡോക്ടർ ശ്രീജിത്ത് വേഴ്സസ് ഡോക്ടർ രാജശ്രീ കേസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ, കേരള യൂണിവേഴ്സിറ്റി എന്നുള്ള, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നുള്ള കേസ്. അതിന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ UGC ചട്ടങ്ങൾ പാലിച്ചേ പറ്റൂ എന്ന്. സെൻട്രൽ ആക്ട് ആണ് സ്റ്റാൻഡ് ചെയ്യാന്ന് ഈ വിധി വരുന്നതിന് മുന്നേ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഈ വിധിയൊക്കെ അവിടെ കിടക്കും, അത് വേറെ വിഷയം. കേരളത്തിലും ഇപ്പൊ കുറെ വിധിയൊക്കെ പാസ്സാക്കിയിട്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി ഒന്നും സ്വന്തം നിലയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം 70 to 80% ഓഫ് ദി എക്സ്പെൻസസ് ആർ മെറ്റ് ഫ്രം UGC ഗ്രാന്റ്. ഇന്ത്യയിലെ UGC ഗ്രാന്റിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളുടെ 70 മുതൽ 80% വരെയുള്ള ചെലവുകൾ വഹിക്കുന്നത് UGC ഗ്രാന്റിൽ നിന്നാണ്. അപ്പോ പൈസ മാത്രം മതി, തീരുമാനം ഞങ്ങളങ്ങ് എടുത്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുകൊടുക്കുവോ കേന്ദ്ര സർക്കാർ? അതൊന്നും നടക്കാത്ത കാര്യം. ഇത് കൺകറന്റ് ലിസ്റ്റാണ്. എഡ്യൂക്കേഷൻ ഈസ് എ കൺകറന്റ് ലിസ്റ്റ്. സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് വിദ്യാഭ്യാസം. അപ്പൊ കേന്ദ്ര നിയമം നിൽക്കുക തന്നെ ചെയ്യും. അത് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ സുപ്രീം കോടതി ഇവിടെ നിങ്ങൾ നിയമം പാസ്സായതായി കണക്കാക്കിക്കോന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ബില്ലിലെ നേരത്തെ സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരായ വകുപ്പുകളൊക്കെ നടപ്പിലാവും എന്നൊന്നും ആരും വിശ്വസിക്കണ്ട. മാത്രവുമല്ല, ഈ ഒരു അധികാരം ഗവർണർക്ക് വേണം. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, അതുപോലെ അംബേദ്കർ പറഞ്ഞത്, ഇവിടെ ഭരണഘടന പ്രകാരമാണ് സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ ഒരു കാവൽക്കാരൻ വേണം. കേന്ദ്ര സർക്കാരിന്റെ സബോർഡിനേറ്റ് ആണ് സംസ്ഥാന സർക്കാർ. നെഹ്റു എടുത്തു പറഞ്ഞിട്ടുണ്ട്, സബോർഡിനേറ്റ് ആണ്. അപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് ഭരണഘടനാ പ്രകാരമാണോ നോക്കാൻ ഒരു കാവൽക്കാരൻ വേണം. വെറുതെ ഒന്നല്ല ഗവർണറെ വെച്ചത്. വെച്ചത് ഭരണഘടനാ ശില്പികൾ വളരെ കരുതലോട് കൂടിയിട്ടാ. ഇല്ലെങ്കിൽ ഈ സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്താലോ. കേശവാനന്ദ ഭാരതി വിധി വരുന്നത് വരെ അങ്ങനെ ആയിരുന്നല്ലോ, എന്തും ചെയ്യാം എന്നായിരുന്നല്ലോ. അങ്ങനെ എന്തും ചെയ്യാമെന്നാക്കാൻ വേണ്ടിയും പല ശ്രമവും നടന്നല്ലോ. അത് ഇല്ലാണ്ടായത് അതോടുകൂടിയാണല്ലോ. അപ്പൊ ഇവര് പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന് വിരുദ്ധമായി നിയമം കൊണ്ടുവരുന്നു, സുപ്രീം കോടതി വിധിക്ക് എതിരായി നിയമം കൊണ്ടുവരുന്നു. ആ നിയമങ്ങളൊക്കെ തടഞ്ഞു വെക്കാൻ ഒരാൾ വേണ്ടേ? അതൊക്കെ ഭരണഘടനാ ശില്പികൾ നെഹ്റുവും അംബേദ്കറൊക്കെ അത് കൃത്യമായി പ്രസംഗിച്ചിട്ട്, ആ പ്രസംഗം ഇപ്പം അവൈലബിൾ ആണ്, നെറ്റിലൊക്കെ കിട്ടും, എന്താണ് ഗവർണർ റോള് എന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഈ വിധി പരിശോധിക്കപ്പെടട്ടെ. അതോടൊപ്പം തമിഴ്നാട്ടിലെ ബില്ലുകൾ, ആ ബില്ലുകളിൽ ഏതൊക്കെ പ്രൊവിഷൻസ് കേന്ദ്ര ആക്ടിന് വിരുദ്ധമാണോ അല്ലെങ്കിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണോ, അതൊക്കെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ അവിടെ കിടക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ.